വിഘ്നേശ്വരനായ മഹാഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് മകയിരം നക്ഷത്രത്തിൻ്റെ സ്വഭാവവും സവിശേഷതകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. മകയിരം നക്ഷത്ര ജാതർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ഈ നക്ഷത്ര ജാതർക്ക് ബാല്യത്തിൽ ക്ലേശങ്ങൾ കൂടുതലായി കാണാം. ഇവർ ശുദ്ധ മനസ്ഥിതിയുള്ളവരാകയാൽ ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും പറ്റും. മകയിര നക്ഷത്ര ജാതർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാൻ കഴിയും. ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗം അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരും. സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്തും. നല്ല സംഭാഷണത്താൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം സൗഹൃദത്തെ നശിപ്പിക്കും. സുഖഭോഗത്തിലും ആഡംബരത്തിലും ഭ്രമമുള്ള ഇവർ വലിയ ചിലവുകാരായിരിക്കും. അന്യർക്കു വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചിലവ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കുകയില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഇവർ ബാധ്യതകൾ വരുത്തിവെക്കുവാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടിൽ കൂടി നിയന്ത്രിക്കാനാവാത്ത ചില സ്വഭാവത്തിന്, അതായത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവാനുള്ള സാധ്യത ഉള്ളതിനാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ഈ നക്ഷത്രജാതർ ഈശ്വര വിശ്വാസികളായിരിക്കും. എല്ലാ കാര്യത്തിലും അമ്മയുടെ പിൻബലം ഇവർക്കുണ്ടായിരിക്കും. ഇടവക്കൂറുകാരിൽ കലാപരമായ കഴിവുകളും ആഡംബരത്തോടുള്ള ഭ്രമവും കാണും. ലൗകിക സുഖങ്ങളിൽ വളരെ തൽപരരായിരിക്കും. മാതാപിതാക്കളോട് വളരെ സ്നേഹമായിരിക്കും. ഭാര്യമാർ നിർബന്ധ ബുദ്ധികളും ദേഷ്യക്കാരികളുമായിരിക്കും. മിഥുനക്കൂറുകാർ നല്ല രീതിയിലുള്ള സംഭാഷണത്താൽ ആളുകളെ കയ്യിലെടുക്കും. ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ കണക്ക്, എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ശോഭിക്കും. പുത്രാനുകൂല്യം ഈ നക്ഷത്ര ജാതർക്ക് കുറഞ്ഞിരിക്കും. ചഞ്ചല സ്വഭാവം കാണിക്കും. അധ്യാപക വൃത്തിയിൽ ശോഭിക്കും. വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും. പങ്കാളിയുടെ അനാരോഗ്യം മൂലം ക്ലേശമുണ്ടാവും. ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ്. പക്ഷേ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാൻ വഴിതെളിയിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും പ്രസന്നമായി സംസാരിക്കുന്നവരും ആഭരണാദികളിൽ പ്രിയമുള്ളവരും ശാസ്ത്ര താൽപ്പര്യമുള്ളവരും സന്താന ഭാഗ്യമുള്ളവരും ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. മകയിര നക്ഷത്രക്കാർക്ക് ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല. ആരോഗ്യക്കുറവ്, കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഇവ കൊണ്ട് ബാല്യകാലം 21 വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. വിദ്യാഭ്യാസത്തിന് തടസ്സമോ മന്ദതയോ വരാം. 21 മുതൽ 37 വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ്. വിദ്യാഗുണം, തൊഴിൽ അഭിവൃദ്ധി, ധനാഭിവൃദ്ധി തുടങ്ങിയവ ഇക്കാലത്ത് പ്രതീക്ഷിക്കാം. 37 വയസ്സിന് ശേഷം ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളും സാമ്പത്തികാഭിവൃദ്ധിയും ഉണ്ടാകും. പക്ഷേ ഇക്കാലത്ത് സ്വജനവിശ്വാസം ഉണ്ടാകാൻ ഇടയുണ്ട്. കൂട്ടുകെട്ടുകൾ ദോഷകരമായി മാറിയേക്കാം. ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. 56 വയസ്സ് വരെ ഇത് തുടരും. ശേഷം ജീവിതം ശാന്തമായിരിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കുറവായിരിക്കും. സ്വജനങ്ങളുമായി സഹകരണം ഉണ്ടാവും. സാധാരണയായി മകയിരം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം നല്ലതായിരിക്കും. എന്നാൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് നിങ്ങളുടെ നിർബന്ധ ബുദ്ധിയോടുകൂടിയും ആശങ്കാജനമായും ഇടപെടാതിരിക്കുക. നിങ്ങൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു പെരുമാറുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങളുടെ കുടുംബകരമായ ജീവിതത്തിൽ സുനിശ്ചിതത്വം കാലക്രമേണ പ്രബലപ്പെടും. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള
ബെഡ്റൂമിലുള്ള കുറവുകൾ വിസ്മരിക്കുകയാണെങ്കിൽ ശിവപാർവതിയെപ്പോലെ നിങ്ങളും വിസ്മയകരമായ ജോഡികളാണെന്ന് തെളിയിക്കാൻ സാധിക്കും. 32 വയസ്സ് വരെ ജീവിതത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിനുശേഷം കാര്യങ്ങളൊക്കെ ശാന്തമാകുവാൻ തുടങ്ങും. 33 വയസ്സ് മുതൽ 55 വയസ്സ് വരെ സമയം നിങ്ങൾക്ക് വളരെയധികം ആനുകൂലവും വിജയകരവുമായിരിക്കും. ഇനി നമുക്ക് മകയിര നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെപ്പറ്റി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഇവർക്ക് എന്തിനും ഉടനടി കൃത്യമായ ഉത്തരവും പ്രതികരണവും ഉണ്ടാകും. വാക്ചാതുര്യം കൂടുതലായിരിക്കും. കാര്യസാമർഥ്യവും ഉണ്ടായിരിക്കും. സ്വാർത്ഥത കൂടുതലായി കാണപ്പെടുന്നു. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അത്യാവശ്യം നല്ല സൗന്ദര്യമുള്ളവരുമാണ്. നല്ല കൈയക്ഷരമുള്ളവരായിരിക്കും. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിക്കും. പരിശ്രമത്തിലൂടെ മുന്നേറാൻ ഇവർക്ക് സാധിക്കും. മുൻകോപം കുറച്ച് കൂടുതലായിരിക്കും. ചീത്ത കൂട്ടുകെട്ടുകളിൽ ഇവർ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ദുശീലങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ കൂടി ശ്രദ്ധിക്കുക. ഇത്തരക്കാർക്ക് പുകവലി, മദ്യപാനം അതുപോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടാവാൻ കൂടുതലായി സാധ്യതയുണ്ട്. അമിതമായി പണം ചിലവാക്കുന്ന കാര്യത്തിലും ഇവർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും. ആഡംബരത്തിൽ ഒരുപാട് ഭ്രമമുള്ള ആളുകളും ആയിരിക്കും. പിന്നീട് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർക്കുള്ള ഈ കലഹിക്കാനുള്ള പ്രകൃതം, എടുത്തെറിഞ്ഞുള്ള സംസാരം, ആരുടെയും മുഖമോ ഒന്നും നോക്കാതെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. ജാഗരൂകതയായിരിക്കും ഇവർക്ക് ഉള്ളത്. നല്ല ശക്തിയുള്ള ആളുകളായിരിക്കും. ഇവർക്ക് എല്ലാത്തിനും നല്ല ഉത്സാഹം ഉണ്ടായിരിക്കും. ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം ഉള്ളവരാണ് ഇവർ. പിന്നെ ഇവർക്ക് കലഹിക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും. ഊർജ്ജസ്വലമായ പ്രകൃതമാണ്. ജീവിതം ഉല്ലസിക്കാനുള്ളതാണ് എന്ന വിചാരത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നവരാണ്. കച്ചവടത്തിൽ നല്ല കഴിവ് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കും. ഓർമ്മശക്തിയും നേതൃത്വ പാടവവും ഇവർക്ക് കൂടുതലായിരിക്കും. സമ്പത്ത് ഉണ്ടാക്കാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും ഇവർ. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർതം, ആയില്യം, പൂരം, മകയിരം 1-2 പാദക്കാർക്ക് മാത്രം, മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം, മകയിരം 3-4 പാദക്കാർക്ക് മാത്രം, ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1-2 പാദങ്ങൾ. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം. ഈ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടണം. ഇവർക്ക് ഉണ്ടാവുന്ന പ്രധാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ മുഖക്കുരു, മുഖത്തിൽ പരുക്ക്, തൊണ്ടയിലും കഴുത്തിലും നീര്, ചെവിക്ക് പിന്നിൽ മുഴ, മൂക്കിൽ ദശ, ലൈംഗിക രോഗങ്ങൾ, ചുമ, ജലദോഷം, മലബന്ധം, മൂത്രത്തടസ്സം എന്നിവ ഇവർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ഇനി മകയിരം 3-4 പാദക്കാർക്ക് മാത്രം വരാവുന്നതാണ് രക്തദൂഷ്യം, ചൊറിച്ചിൽ, സിയാറ്റിക്ക, കൈകളിൽ ഒടിവ്, മുറിവ്, തോൾവേദന, ലൈംഗിക അവയവങ്ങളിൽ അണുബാധ, ഹൃദയത്തിൽ വീക്കം എന്നിവ. ഇവർക്കുള്ള തൊഴിലെന്ന് പറയുന്നത് മകയിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ചില തൊഴിലുകളുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഭവന നിർമ്മാണം, വസ്തു ഇടപാട്, സംഗീതം, വാദ്യോപകരണങ്ങൾ, പ്രദർശനങ്ങൾ പ്രദർശനങ്ങൾ സംഘടിപ്പിക്കൽ, നിലവാര നിർണയം ഓരോ സാധനങ്ങളുടെയും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം, പിന്നെ മധുരപലഹാര കച്ചവടം, മൃഗചികിത്സ, കന്നുകാലി വളർച്ച, ഡ്രൈവിങ്, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലുള്ള ജോലികൾ, പഴക്കച്ചവടം, വസ്ത്ര കച്ചവടം, രത്നങ്ങൾ, അങ്ങനെ ഒരുപാട് ജോലികൾ ഇവരിൽ കാണുന്നുണ്ട്. അതായത് ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ജോലികളാണിതൊക്കെ. ദന്തോപകരണങ്ങൾ, എണ്ണ കച്ചവടം, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള പല ജോലികളും ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്നതായിരിക്കും.
ഇനി ഇവർക്ക് മകയിരം നക്ഷത്രക്കാർക്ക് വജ്രം ധരിക്കാമോ എന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, വജ്രം ധരിക്കുന്നത് ഇവർക്ക് അനുകൂലമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അനുകൂലമായ ഇവരുടെ രത്നം എന്ന് പറയുന്നത് പവിഴമാണ്. പിന്നെ അനുകൂലമായ ഇവരുടെ നിറം ചുവപ്പാണ്. മകയിരം പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷേ അത് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അതൊക്കെ വിട്ടേക്കുന്നു. ഇനി മകയിരം നക്ഷത്രക്കാർക്കുള്ള ദേവത ചന്ദ്രനാണ്, അധിപൻ ചൊവ്വ, മൃഗം പാമ്പാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം കരിങ്ങാലിയാണ്, ഭൂതം ഭൂമിയാണ്, ഗണം ദേവഗണമാണ്, യോനി പാമ്പ് സ്ത്രീയാണ് യോനി, നാഡി എന്ന് പറയുന്നത് മധ്യമാണ്, ചിഹ്നം എന്ന് പറയുന്നത് മാനിൻ്റെ തലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളോട് ഈ മകയിര നക്ഷത്രത്തിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, പക്ഷേ അതൊന്നും അധികം ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയാണെങ്കിലും കമൻ്റ് ഇടണം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വലിയ പണ്ഡിതയോ ഒന്നുമല്ല. പിന്നെ നമ്മൾ പുസ്തകങ്ങൾ വഴി വായിച്ച അറിവുകളും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതെന്നല്ല, ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ കൂടി ഒരുപാട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ നോക്കി, അതായത് ക്ഷേത്ര ഐതിഹ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന ദേവീദേവന്മാരുടെ അവതാര കഥകളും ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ചാനലാണ് ഇത്. നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ മാന്യ വ്യക്തികൾക്കും നന്ദി, നമസ്തേ.